പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ മരിച്ച സംഭവത്തിൽ സിബിഐ അന്വേഷണം പ്രഖ്യാപിച്ച ദിവസങ്ങൾക്ക് ശേഷവും സിബിഐക്ക് കേസ് സംബന്ധിക്കുന്ന രേഖകൾ കൈമാറാതിരുന്ന സംഭവത്തിൽ നടപടിയെടുത്ത സർക്കാർ. ആഭ്യന്തര വകുപ്പിലെ എം സെക്ഷനിലെ ഡെപ്യൂട്ടി സെക്രട്ടറി ഉൾപ്പെടെ 3 ഉദ്യോഗസ്ഥരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഇത് സംബന്ധിച്ച ഉത്തരവും സർക്കാർ പുറത്തിറക്കി. രേഖകൾ കൈമാറാൻ വൈകിയ സംഭവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ റിപ്പോർട്ട് തേടിയതിന് പിന്നാലെയാണ് നടപടി. ആഭ്യന്തര വകുപ്പിലെ എം സെക്ഷനിലെ ഡെപ്യൂട്ടി സെക്രട്ടറി പ്രശാന്ത്, സെക്ഷൻ ഓഫീസർ ബിന്ദു, ഓഫീസ് അസിസ്റ്റന്റ് അഞ്ജു എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ആഭ്യന്തര വകുപ്പിലെ എം സെക്ഷനിലുള്ളവരാണ് രേഖകൾ കൈമാറേണ്ടത്. ഇതിൽ വീഴ്ച വരുത്തിയതിനാണ് നടപടി. സിദ്ധാർത്ഥന്റെ പിതാവ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിനെ തുടർന്ന് ഈ മാസം 9-നാണ് കേസ് സിബിഐക്ക് വിട്ട് സംസ്ഥാന സർക്കാർ വിജ്ഞാപനമിറക്കിയത്. 16-നാണ് വിജ്ഞാപനത്തിന്റെ പകർപ്പ് കൊച്ചിയിലെ സിബിഐ ഓഫീസിലേക്ക് അയച്ചത്. സിബിഐ അന്വേഷണം വൈകിപ്പിക്കുന്നു എന്ന് സിദ്ധാർത്ഥന്റെ കുടുംബം ആരോപിച്ചതിന് പിന്നാലെയാണ് രേഖകളുമായി ഉദ്യോഗസ്ഥനെ ഡൽഹിയിലേക്ക് അയക്കുന്നത്. സാധാരണ ഒരു കേസ് സിബിഐക്ക് വിടുമ്പോൾ അനുബന്ധ രേഖകൾ കൊച്ചി ഓഫീസ് വഴി സിബിഐ ആസ്ഥാനത്തേക്ക് അയക്കാറുണ്ട്. ഇക്കാര്യത്തിൽ സെക്രട്ടേറിയറ്റിലെ ആഭ്യന്തര വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച വന്നതായാണ് പ്രാഥമിക നിഗമനം. ഇക്കാര്യത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കാൻ ആഭ്യന്തര സെക്രട്ടറി നിർദ്ദേശിച്ചിട്ടുണ്ട്. സിബിഐക്ക് കേസ് കൈമാറിയുള്ള വിജ്ഞാപനം ഡയറക്ടർക്ക് ഈ മാസം 16-ന് അയച്ചതായി ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹ പറഞ്ഞിരുന്നു. ഇനി നടപടി സ്വീകരിക്കേണ്ടത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സിബിഐ അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും ഇത് സംബന്ധിച്ച സംസ്ഥാന സർക്കാരിന്റെ കത്ത് കേന്ദ്ര സർക്കാരിന് അയച്ചില്ലെന്നായിരുന്നു സിദ്ധാർത്ഥന്റെ പിതാവിന്റെ ആരോപണം. ഇതിനിടയിലാണ് പെർഫോമ റിപ്പോർട്ട് കൈമാറിയില്ലെന്ന വിവരം പുറത്തു വന്നത്. വിജ്ഞാപനം കിട്ടിയ കേസിൽ സിബിഐ പ്രാഥമിക അന്വേഷണം തുടങ്ങിയതായാണ് വിവരം. പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിബിഐ ഡയറക്ടറാണ് കേസ് ഏറ്റെടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. അതിനുള്ള അന്വേഷണമാണ് തുടങ്ങിയത്. എന്നാൽ പെർഫോമ റിപ്പോർട്ട് കിട്ടാതെ ഇക്കാര്യത്തിൽ ഔദ്യോഗിക തീരുമാനമെടുക്കാൻ സിബിഐക്ക് കഴിയില്ല. ഈ മാസം 9-നാണ് സിദ്ധാർത്ഥന്റെ മരണം സിബിഐക്ക് വിട്ടു സർക്കാർ ഉത്തരവിറക്കിയത്. സർക്കാർ അവകാശപ്പെടുന്നത് പോലെ കത്തയച്ചത് 16-നാണെങ്കിൽ തന്നെ കാലതാമസമുണ്ടായി. കേസ് അട്ടിമറിക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ കുടുംബസമേതം സമരമിരിക്കുമെന്ന് സിദ്ധാർത്ഥന്റെ മാതാവ് MR ഷീബ പറഞ്ഞിരുന്നു. സസ്പെൻഷനിലായ വിദ്യാർത്ഥികളെ തിരിച്ചെടുത്ത വൈസ് ചാൻസലറുടെ തീരുമാനത്തിന് പിന്നിൽ സർക്കാർ ഇടപെടലാണെന്നും വീട്ടിലെത്തി സഹായം വാഗ്ദാനം ചെയ്ത VC വാക്കുമാറിയതിൽ ദുരൂഹതയുണ്ടെന്നും അവർ ആരോപിച്ചിരുന്നു. സിദ്ധാർത്ഥന്റെ കുടുംബം പ്രതിഷേധം കടുപ്പിച്ച് രംഗത്ത് വരികയും പ്രതിപക്ഷ പാർട്ടികൾ വിഷയം ഏറ്റെടുത്ത് സർക്കാരിനും CPM-നുമെതിരെ വിമർശനം കടുപ്പിക്കുകയും ചെയ്തതോടെയാണ് അതിവേഗ നീക്കം ഉണ്ടായിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ട് 7 മണിക്ക് തിരുവനന്തപുരത്ത് നിന്നുള്ള വിമാനത്തിൽ DYSP ഡൽഹിയിലേക്ക് പോകും. CBI ഡയറക്ടർ ഓഫീസിൽ നേരിട്ട് ചെന്ന് രേഖകൾ നൽകും. CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തുള്ള വിജ്ഞാപനം കൈമാറിയെങ്കിലും പെർഫോമ റിപ്പോർട്ട് കൈമാറിയിരുന്നില്ല. അത് കൈമാറാനാണ് ഇന്ന് രാത്രി തന്നെ ഡൽഹിയിലേക്ക് തിരിക്കുന്നത്.